അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇസ്മിന്റെ മൂന്നാമത്തെ വിശേഷണമായ അദദിനെ കുറിച്ചാണ്. അദദ് എന്ന് പറയുന്നത് നമ്പറാണ്, അതായത് ഏകവചനമാണ്, പേറാണ്, ബഹുവചനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് ഏകവചനവും പേറിലും നമ്മൾ പഠിച്ച പോലെ തന്നെ ആയിരിക്കും ആ ചാർട്ടുകളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മുസ്ലിമൻ, മുസ്ലിമാൻ, മുസ്ലിമിനായിരിക്കും ഏകവചനത്തില്. അതേപോലെ മുസ്ലിമത്തൻ, മുസ്ലിമത്തൻ, മുസ്ലിമത്തിനായിരിക്കും ഏകവചനത്തില്. പേറിലാവുമ്പോൾ മുസ്ലിമാനി, മുസ്ലിമൈനി, മുസ്ലിമൈനും, മുസ്ലിമത്താനി, മുസ്ലിമത്തൈനി, മുസ്ലിമത്തൈനി എന്ന് തന്നെയായിരിക്കും പേറിൽ വരുന്നത്. അതുപോലെ പ്ലൂറൽ ബഹുവചനത്തിലേക്ക് നീങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാനുള്ളത്. അതായത് 4 കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച മുസ്ലിം ചാർട്ടിന്റെ മാസ്കുലിൻ ചാർട്ടില് വരുന്ന ആ രീതി മുസ്ലിമുൻ, മുസ്ലിമൻ, മുസ്ലിമിൻ, മുസ്ലിമാനി, മുസ്ലിമൈനി, മുസ്ലിമൈനി, മുസ്ലിമോന്, മുസ്ലിമിന്, മുസ്ലിമീന്, ആ ഒരു ചാർട്ട് വരുന്ന കാര്യങ്ങളാണ്. ആദ്യം പഠിച്ച മുസ്ലിം ബഹുവചനം എന്ന് പറയുന്നത് മുസ്ലിമൂന, മുസ്ലിമീന, മുസ്ലിമീനാണ് മാസ്കുലിൻ ചാർട്ടിലെ ബഹുവചനം. ഫെമിനിൻ ചാർട്ടിലെ ബഹുവചനം എന്താണ്? രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് മുസ്ലിമാത്തുൻ, മുസ്ലിമാത്തിൻ, മുസ്ലിമാത്തിനാണ്. പിന്നെ മൂന്നാമത് വരുന്നത് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. നാലാമത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് അർത്ഥം കൊണ്ട് ബഹുവചനമായിരിക്കും. അതായത് റോമ്, കർണ്, നാസ് എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ അറബിയിൽ വരുന്ന വാക്കുകളാണ്. നോർമലായിട്ട് അത് ബഹുവചനമായിട്ടാണ് കണക്കാക്കുക. അത് അർത്ഥം കൊണ്ട് ബഹുവചനമായത് കൊണ്ടാണ് അതിനെ അങ്ങനെ കണക്കാക്കുന്നത്. അതുപോലെ മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോയ ബ്രോക്കൺ ബഹുവചനം. ബ്രോക്കൺ ബഹുവചനം എന്ന് പറയുമ്പോൾ ആത്തുൻ, ആത്തിൻ എന്നും ഊന, ഈന എന്നുള്ള കാറ്റഗറിയിൽ പെടാത്ത വാക്കുകളാണ്. അത് നമുക്ക് ഏകവചനമായിട്ടൊക്കെ തോന്നും കാണുമ്പോൾ. അതിന്റെ ഉദാഹരണം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മസ്ജിദുൻ എന്നുള്ളത് ബ്രോക്കൺ ബഹുവചനമായിട്ട് വരുന്നത് മസാജിദുൻ എന്നാണ്. ശരിക്കും മസാജിദുൻ ദുന്ന് കാരണം ഈ തൻവീന് കാണുമ്പോൾ നമ്മൾ അധികവും ഇതൊരു ഏകവചനമായ വാക്കാണെന്ന് കരുതാറുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാറ്റഗറിയാണ് ഈ ബ്രോക്കൺ ബഹുവചനം എന്നുള്ളത്. അതേപോലെ അടുത്ത ഉദാഹരണം കിതാബ് എന്നുള്ള വാക്കിന്റെ ബഹുവചനം, അതായത് ബ്രോക്കൺ ബഹുവചനം എന്ന് പറയുന്നത് കുത്തുബുൻ എന്നാണ്. കുത്തുബുൻ കാണുമ്പോൾ നമുക്ക് ഏകവചനമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണ് ബ്രോക്കൺ ബഹുവചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഈ മുസ്ലിമുൻ എന്നുള്ള വാക്കിനെ നമ്മൾ ബഹുവചനമായിട്ട് പഠിച്ചത് മുസ്ലിമൂന എന്നുള്ളതാണ്. അപ്പൊ ഈ മുസ്ലിമുൻ എന്നുള്ള വാക്കില് മീം, സീൻ, ലാം, മീം ഈ 4 വാക്കും അതുപോലെ തന്നെ ആവർത്തിച്ചതിന് ശേഷമാണ് ഇതിന്റെ കൂടെ ഊന ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് സാധാരണ മാസ്കുലിൻ പ്ലൂറലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന് പുറമെ റസൂലുൻ എന്നുള്ള വാക്കാണ് ഏകവചനമായിട്ട് വരുന്നതെങ്കിൽ റസൂലീന ആണ് വരുന്നതെങ്കിൽ നമ്മളിപ്പോ പഠിച്ച പോലെ സാധാരണ നോർമൽ മാസ്കുലിൻ പ്ലൂറലായിട്ട് കണക്കാക്കും. ഇതല്ല റസൂലുൻ എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുൻ എന്നുള്ളത് റാ, സീൻ, വാവ്, ലാം എന്നീ 4 അക്ഷരങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തിട്ടാണ് അതിനെ ബഹുവചനമാക്കിയിരിക്കുന്നതെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു അക്ഷരത്തെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ 1-2 അക്ഷരത്തെ ഒഴിവാക്കുകയോ ഏതെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രോക്കൺ ബഹുവചനം എന്ന് പറയും. അതായത് മുറിക്കപ്പെട്ട ബഹുവചനം എന്നാണ് പറയുന്നത്. ഈ റുസുലുൻ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. റസൂലിനുള്ള വാവിനെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ഒരു വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ റുസുലുൻ എന്നുള്ളത് ബ്രോക്കൺ ബഹുവചനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ മസ്ജിദുൻ എന്നുള്ളതിൽ നമ്മൾ നേരത്തെ നോക്കി മീം, സീൻ, ജീം, ദാലാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു അലിഫ് കയറിയിട്ടുണ്ട്. അപ്പൊ അലിഫ് കയറിയത് കാരണം എന്തായി? അതിനെ മുറിച്ച് അതിന്റെ ഇടയിൽ ഒരാളെ കയറ്റിയതിനാൽ അതെന്തായി? ബഹുവചനമായി മാറി. അതുപോലെ തന്നെ ബഹറുൻ എക്സ്ട്രാ വരുന്നത് വാവാണ്. അതിനുശേഷം വരുന്ന ഉദാഹരണത്തിൽ നബിയുനിൽ വരുന്നത് ഹംസ വരുന്നുണ്ട്, യാ വരുന്നുണ്ട്, അലിഫ് വരുന്നുണ്ട്. 3 അക്ഷരങ്ങൾ കയറി കൂടിയ ഒരു ബ്രോക്കൺ പ്ലൂറലാണ് അംബിയ എന്നുള്ളത്. അതേപോലെ കലമുന് അക്ലാം എന്നുള്ളത് ഹംസ കയറി, അലിഫ് കയറി. അപ്പൊ അങ്ങനെ മുറിച്ചിട്ട് അതിന്റെ ഇടയിൽ കയറ്റുക അല്ല അതിന് മുമ്പ് കയറ്റുകയൊക്കെ ചെയ്യുന്നതിനാൽ അതെന്തായി? ബ്രോക്കൺ പ്ലൂറലായി നമ്മൾ മനസ്സിലാക്കണം. ഒന്നെങ്കിൽ അതിന്റെ ഏകവചനം നമുക്കറിയണം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അറിയണം. അപ്പൊ അങ്ങനെയുള്ള വാക്കില് നോക്കിക്കഴിഞ്ഞാൽ 2 കാറ്റഗറി ഉണ്ട്. ബ്രോക്കൺ ബഹുവചനം എന്നുള്ളതിൽ 2 കാറ്റഗറി ആണുള്ളത്. ഒന്ന് മനുഷ്യരായ ബഹുവചനവും മനുഷ്യരല്ലാത്ത കാറ്റഗറിയിലുള്ള ബ്രോക്കൺ ബഹുവചനവും. രണ്ടും ബ്രോക്കൺ ബഹുവചനമായിരിക്കണം. അതിൽ മനുഷ്യനല്ലാത്ത ബഹുവചനമാണെങ്കിൽ അവ ഫെമിനിൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുക. അതിന്റെ ഉദാഹരണം നമ്മൾ നേരത്തെ നോക്കിയ പോലത്തെ മസാജിദുൻ, കുത്തുബുൻ എന്നുള്ള ഈ ബ്രോക്കൺ പ്ലൂറലുകൾ നമ്മൾ ഫെമിനിൻ ആയിട്ട് കണക്കാക്കപ്പെടും. അതുപോലെ മനുഷ്യരായ ബ്രോക്കൺ പ്ലൂറൽ ആയിട്ടാണെങ്കിൽ നമ്മളിപ്പോ റുസുലുൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഉദാഹരണമാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഫെമിനിൻ ആയിട്ടും കണക്കൂട്ടാം. അത് മാത്രമല്ല അതിന്റെ അകത്തുള്ള ആ ഒരു ജെൻഡർ ഉണ്ട്. അതായത് റസൂലുകൾ എന്ന് പറയുന്നത് പുരുഷന്മാരെ മാത്രമാണ് അയച്ചിരിക്കുന്നത്. അത് പുരുഷഗണത്തിലും കണക്കാക്കാം. അതായത് മാസ്കുലിൻ ബഹുവചനമായിട്ടും കണക്കാക്കാൻ പറ്റും. അതായത് ഈ മനുഷ്യരുടെ കേസ് വരുമ്പോഴാണ് ഏകവചനം ഫെമിനിനും ബഹുവചനം മാസ്കുലിനും എന്നുള്ള 2 ഓപ്ഷനുകൾ നമ്മൾ ചേർക്കേണ്ടതുള്ളൂ. ജെൻഡറിലും നമ്പറിലും ആ ഒരു വ്യത്യാസം സെന്റൻസ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യരല്ലാത്ത ബഹുവചനങ്ങളെയും ഏകവചന ഫെമിനിനായി
കണക്കാക്കുന്നു. അതുപോലെ രണ്ടാമത് പറയുന്നത് മറ്റെല്ലാം ഉള്ളതുപോലെ പരിഗണിക്കപ്പെടുന്നു. അതായത് മാസ്കുലിനായ മനുഷ്യ ബഹുവചനത്തെ മാസ്കുലിൻ ബഹുവചനമായി തന്നെ കണക്കാക്കപ്പെടുന്നു. മുസ്ലിമൂന എന്നുള്ള വാക്കുപോലെ ഫെമിനിനായ മനുഷ്യ ബഹുവചനത്തെ ഫെമിനിൻ ബഹുവചനമായി തന്നെ കണക്കാക്കുന്നു. മുസ്ലിമാത്തുൻ ഇതുപോലെ അർത്ഥം അനുസരിച്ച് ബഹുവചനമായ പദങ്ങളെ മാസ്കുലിൻ ബഹുവചനമായി തന്നെ കണക്കാക്കുന്നതാണ്. അത് ഖൗമു, നാസ്, ഖർനൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അതിനുശേഷം വരുന്ന മനുഷ്യരായ ബ്രോക്കൺ ബഹുവചനങ്ങളെ മാസ്കുലിൻ ബഹുവചനമായി തന്നെ കണക്കാക്കുന്നു. അതിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യരല്ലാത്ത ബഹുവചനങ്ങളെ ഏകവചനം ഫെമിനിൻ ആയിട്ടാണ് കണക്കാക്കുക. വേണമെങ്കിൽ ഈ ഉദാഹരണങ്ങൾ നോക്കാം. ഉലമാഉ എന്നുള്ളത് പണ്ഡിതന്മാർ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അത് ബഹുവചനമാണെന്ന് മനസ്സിലായി. പക്ഷെ ഏത് ബഹുവചനം എന്നുള്ളത് നമുക്കറിയില്ല. ഈ വാക്കുകൾ നോക്കുമ്പോൾ ഇതില് മുസ്ലിമാത്തുൻ, അതായത് ഫെമിനിൻ ചാർട്ടിൽ വരുന്ന വാക്കല്ല. ഉലമാ എന്ന് പറയുന്നത് ആലിം എന്നുള്ള വാക്കിന്റെ ബഹുവചനമാണ്. അത് ബഹുവചനം ബ്രോക്കൺ ആയതുകൊണ്ട് പിന്നെ ബ്രോക്കൺ ബഹുവചനത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ അൽ ജിബാലി എന്ന് പറയുന്നത് ജബലിന്റെ ബഹുവചനമാണ്. പർവ്വതങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ജിബാൽ എന്നുള്ളത് അലിഫ് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ബ്രോക്കൺ ആയതുകൊണ്ട് പിന്നെ ബ്രോക്കൺ ബഹുവചനത്തിൽ ഉൾപ്പെടുത്താം. ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇതിൽ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അർത്ഥങ്ങളും വാക്കുകളൊക്കെ വെച്ചിട്ട് ഇത് ഏകവചനമാണോ പേറാണോ ബഹുവചനമാണോ മാസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ എന്ന് നിർണ്ണയിക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ വിഷയം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.